ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. ഞാനിന്നൊരു ചിക്കൻ ചോറ് വെച്ചാലോ അതൊരു വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുമ്പം കുറച്ച് അരിയും കുറച്ച് ചിക്കനും കൂടെ വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പ് അരി എന്ന് പറഞ്ഞാൽ 1 കിലോ അരിയത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ അത് ഞാൻ പ്രത്യേകം ഇങ്ങനെ ഇന്നേ സാധനം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ മഞ്ഞളും മുളകും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കുഴച്ച് മാറ്റി വെച്ചതാണ്. 2 തരത്തിൽ ചിക്കൻ ഉണ്ട്. ഒന്ന് ചെറുതായി മുറിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ആ ചെറുതാക്കി മുറിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വലുതായത് പിന്നെ വറുത്ത് മാറ്റി വെച്ച് 2 പ്രാവശ്യമായിട്ട് വറുത്തിട്ടുണ്ട്. അത് ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല, കാരണം അത് വലിയ വീഡിയോ ആയാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അപ്പോൾ പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ആ വറുത്ത എണ്ണയെടുത്ത് അതിലൊഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അത് ഒന്ന് മൂപ്പിച്ച്, പിന്നെ ഇടത്തരം 3 സവോള സ്ലൈസാക്കി മുറിച്ച് അതിൻ്റെ ഉപ്പും ഇട്ട് വഴറ്റി നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ പിന്നെ ചെറുതായി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ ആ എണ്ണയും സവോളയും എല്ലാം കൂടി ഇട്ട് അതിൽ നിന്ന് വഴന്ന് വരണം, നല്ലതുപോലെ വഴരണം. അതിലേക്ക് ഗരം മസാലയോ അല്ലെ ചിക്കൻ മസാലയോ, എൻ്റെ അടുത്ത് കുറച്ച് ഗരം മസാല ആയിരുന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഗരം മസാല ഇട്ട് 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തക്കാളി അതും ചെറുതായി മുറിച്ച് അതും ഇട്ട് മല്ലിച്ചപ്പ് ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കഴുകി മാറ്റി വെച്ച അരി ഇട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ ചിക്കൻ്റെയും ഉള്ളീൻ്റെയും എല്ലാ മസാലകളും എല്ലാം ഈ അരിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യും നല്ലതുപോലെ ഇളക്കി, പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലേ, 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചതാണ്. ആ ഒരു ചിക്കൻ സ്റ്റോക്ക് 1/2 കപ്പ് ഒഴിച്ച്, പിന്നെ തിളപ്പിച്ച വെള്ളം 1.5 കപ്പ്, അങ്ങനെ മൊത്തം 1.25 കപ്പാണ് വെള്ളം ഉണ്ടായിരുന്നത്. ചെറുനാരങ്ങ ഒഴിച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി കുക്കറിൻ്റെ മൂടിയിട്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്, അതിൻ്റെ കുറ്റങ്ങളെല്ലാം ഉണ്ടാകും. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത്, എല്ലാവരും യൂട്യൂബെല്ലാം തുടങ്ങുന്നുണ്ട്, നമ്മളും ഒന്ന് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു വിസിൽ വന്ന് അത് തണിഞ്ഞ് അത് എടുത്തപ്പോൾ അടിപൊളി. വെള്ളവും ഒന്നും കൂടുകയോ കുറയോ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം പാകമായിട്ട് വന്ന്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് വിതറി ചിക്കൻ വറുത്ത് വലുതാക്കി ചിക്കൻ വറുത്ത് വെച്ചിനല്ലോ അതും ഇട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട്. അപ്പോൾ പിന്നെ മയോണീസും ചമ്മന്തിയും സൈഡായിട്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ ചോറ് റെഡി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.